MSC പോളോ 2 കപ്പൽ തടഞ്ഞുവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. കൊല്ലം സാൻസ് കാഷ്യൂ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് നൽകിയ ഹർജിയിലാണ് നടപടി. കൊച്ചി തീരത്തുണ്ടായ MSC എൽസ 3 കപ്പൽ അപകടത്തിൽ ഹർജിക്കാർക്ക് 73.50 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചിരുന്നു. ഹർജിക്കാർക്ക് കിട്ടാനുള്ള തുക പലിശയും ഉൾപ്പെടെ കെട്ടിവെക്കാനും ഹൈക്കോടതി ഉത്തരവായി. ലീഗൽ കറസ്പോണ്ടന്റ് ഷബ്ന സിയാദാണ് ചേരുന്നത്. ഷബ്ന, ഇക്കാര്യത്തിൽ ഇപ്പോൾ എന്താണ് ഹൈക്കോടതി പറയുന്നത്? കൊച്ചി കായൽ തീരത്തുണ്ടായ MSC എൽസ 3 കപ്പൽ അപകടത്തെ തുടർന്ന് MSCയുടെ മറ്റൊരു കപ്പൽ അറസ്റ്റ് ചെയ്യാനാണ് കോടതി നിർദ്ദേശം നൽകിയത്. നേരത്തെ ഇത്തരത്തിൽ വേറൊരു കപ്പൽ അറസ്റ്റ് ചെയ്യാൻ കോടതി നിർദ്ദേശിക്കുകയും അതിന് അനുസൃതമായി ഇവർ DD കെട്ടിവെക്കുകയും ചെയ്ത് ആ കപ്പൽ വിട്ടു നൽകിയിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ മറ്റൊരു ഹർജിക്കാർ, അതായത് കൊല്ലം സാൻസ് കാഷ്യൂ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ MD ആണ് ഇന്ന് കോടതിയെ സമീപിച്ചത്. ഇവർ കണ്ടെയ്നറിൽ കാഷ്യൂ എക്സ്പോർട്ടിംഗ് നടത്തിയിരുന്നു. ഈ കണ്ടെയ്നർ മുങ്ങിപ്പോവുകയും ഇവർക്ക് വലിയ തോതിൽ നഷ്ടം സംഭവിക്കുകയും ചെയ്തു എന്നാണ് ഹർജിക്കാർ കോടതിയെ അറിയിച്ചത്. തുടർന്ന് ഹർജിക്കാർക്ക് കിട്ടാനുള്ള 73.5 ലക്ഷം രൂപ പലിശ ഉൾപ്പെടെ കിട്ടണം എന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടു. തുടർന്നാണ് കോടതി ഈ കപ്പൽ MSC എൽസയുടെ കമ്പനിയുടെ മറ്റൊരു കപ്പലായ MSC പോളോ 2 അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടത്. തുടർന്ന് ഈ കപ്പലിൽ നിന്നുണ്ടായ നാശനഷ്ടം കണക്കാക്കുന്നതിനായി 74 ലക്ഷം രൂപയുടെ DD ഹാജരാക്കിയാൽ മാത്രം MSC പോളോ 2 കപ്പൽ വിട്ടു നൽകാം എന്ന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. തുകയുടെ DD ഹാജരാക്കാമെന്ന് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമായിരിക്കും MSC പോളോ 2 കപ്പൽ ഇനി തീരം വിടാൻ സാധിക്കുക. ശരി ഷബ്ന, MSC പോളോ 2 കപ്പൽ തടഞ്ഞു വെക്കാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കൊച്ചി തീരത്തുണ്ടായ MSC എൽസ 3 കപ്പൽ അപകടത്തിൽ ഹർജിക്കാർക്ക് നഷ്ടം സംഭവിച്ചിരുന്നു. ഇക്കാര്യങ്ങളിലെല്ലാം ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് വന്നിരിക്കുകയാണ്.